ഇങ്ങനെ ആരുണ്ടെങ്കിൽ അയ്യോ എന്റെ അമ്മ പോയേ. എനിക്കിത് വിശക്കുമ്പോ ചോര ആരുണ്ടേ. അമ്മ എണീരമ്മ. ബോക്സിങ്ങിന് പോയിട്ട് വരുമ്പോ മുട്ട പുഴുങ്ങി തരാനൊക്കെ ആരുണ്ടമ്മ? അയ്യോ ചേച്ചി എന്റെ അടുത്ത് മുട്ട വാങ്ങി തരാൻ പറയില്ലേ. എനിക്ക് എന്റെ കാര്യം നോക്കാൻ തന്നെ വയ്യടി. നിന്നോടൊക്കെ ആര് പറയാൻ പോയടി? ഞാനേ ബോക്സിങ്ങിന് അങ്ങ് നിർത്താൻ പോവാ. അമ്മ അമ്മ കേട്ടില്ലേ അമ്മ? ഇവിടെ ബോക്സിങ് നിർത്താൻ പോണത് അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരും. അമ്മ നമ്മളെ തനിച്ചാക്കി. എന്തിനമ്മ അച്ഛനെയും കൂടി ഇങ്ങനെ തനിച്ചാക്കിട്ട് പോയതമ്മ? ഇനി അച്ഛൻ ആരുണ്ടമ്മ? നീ പേടിക്കണ്ടീ. അച്ഛൻ നമുക്ക് പെട്ടെന്ന് ഒരു ചിറ്റമ്മയെ കൊണ്ടുവരും. നമ്മളെ കാര്യമൊക്കെ എനിക്ക് ആര് നോക്ക്? എനിക്ക് ഒറ്റയ്ക്കൊന്നും പറ്റൂലേ. അമ്മ നീ പിങ്കി അതാണ് നല്ലതല്ലേ? അല്ലെങ്കിൽ നമ്മുടെ കാര്യമൊക്കെ ആര് നോക്കൂടി? അത് ശരിയാണ്. ആര് നോക്കൂ? ആരുമില്ല അമ്മ. അമ്മക്കാരില്ല. അച്ഛാ നമ്മളമ്മ പോയി. വേണ്ട, വേറെ കല്യാണം വേണ്ട. രവിയേട്ടാ കല്യാണം കഴിക്കണ്ട. മക്കളെ അച്ഛൻ്റെ വേറെ വേണ്ടാന അമ്മ ഒന്നും ഞങ്ങളെ നോക്കൂല. രവിയേട്ട എന്നെ ഓർക്കൂല, മറന്നു പോകും. പിന്നെ വിഷമോ. രവിയേട്ട വേറെ കല്യാണം കഴിക്കണ്ട പ്ലീസ്. രവിയേട്ട രവിയേട്ട ഞാൻ മരിച്ചപ്പോ വേറെ കല്യാണം കഴിക്കും, മക്കളും കല്യാണം കഴിക്കാൻ പറഞ്ഞു. എന്റെ കല്യാണം കഴിക്കണ്ട, എന്നെ ഓർത്തിരുന്നാ മതി രവിയേട്ട. എന്തോന്ന് നീ പറയണേ? എന്നെ മറന്നു പോകും, പിന്നെ ഒരിക്കലും ഓർമ്മ കാണൂല. എനിക്കൊന്നും മനസ്സിലായില്ല. എന്തോന്ന് മണി? ഓ നീ സ്വപ്നം കണ്ട? ഞാൻ മരിച്ചു പോണതായിട്ട് സ്വപ്നം കണ്ടു. ഇതൊക്കെ സ്വപ്നമല്ലേ മണി? നീ ഇങ്ങനെ ഇതാവുന്നതിന്? ഇല്ല രവിയേട്ടാ, ഞാൻ കണ്ടിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ ഫലിച്ചിട്ടുണ്ട്. ഇത് നടക്കും. ദൈവമായിട്ട് എന്റെ മരണം എനിക്ക് നേരത്തെ അറിയിച്ചു തന്നത് ഇത് അത് തന്നെയാ. എന്തോന്നടി മരണം അറിയിച്ചു തന്നതാ? ഞാൻ മരിച്ച രവിയേട്ടൻ വേറെ കല്യാണം കഴിക്കോ? എന്തോന്ന് മണി നീ നീ വേർക്കുന്നു. നീയേ കുറച്ച് വെള്ളം കുടി മണി. കൂളാവ്, പേടിച്ചു പോയതാ നീ. കുടിക്ക്. സ്വപ്നം കണ്ടു. ഓക്കെ ഇല്ലേ? രവിയേട്ടാ എനിക്ക് വല്ലാതെ പേടിയാവുന്നു. എന്തോ സംഭവിക്കാൻ പോവാ. ഒന്നുമില്ല മണി, ഒരു സ്വപ്നം കണ്ടതെന്നല്ലേ ഉള്ളൂ. ഒന്നുമില്ല, ഇതൊന്നും ഫലിക്കാൻ പോണില്ല. എന്ത് സംഭവിച്ചാലും വേറെ കല്യാണം കഴിക്കില്ലേ? ആലോചിക്കാം കല്യാണം കഴിക്കുന്ന കാര്യം. നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. രവിയേട്ടൻ കിടന്നോ? മണി എടി സ്വപ്നം കണ്ടെന്ന് പറഞ്ഞ് നീ ഒന്ന് കിടന്നേ. ഓ നിനക്ക് നീ വേണേ കിടന്ന് ഉറങ്ങും. മരിക്കാൻ പോണ്, കല്യാണം കഴിച്ച്. എനിക്കതല്ലേ നേരം. അടുത്ത കണ്ട് ഒന്ന് കെട്ടിയത് മതി. ഓ ലൈറ്റ് ഓഫ്. നീ കിടന്ന് ഉറങ്ങു മണി. ഓ രവിയേട്ടാ, രവിയേട്ടാ നീ ഉറങ്ങും മോളെ. ഓ പിന്നിങ്ങനെ എന്തൊരു കഷ്ടപ്പായ. എനിക്ക് വേണ്ട അമ്മാവക്ക് കൊടു. എനിക്കൊന്നു മതി. അറിയാം
പെടുന്ന എനിക്ക് താങ്ക് യു. മതി മതി. കറി കൊള്ളാല്ലേ? അയ്യോ ഗ്രീൻ പീസ് അറിയപ്പോ. അയ്യോ എന്താ അയ്യോ അയ്യോ. തലയ്ക്ക് അടി കിട്ടിക്കാണും. ഒന്നുമില്ല. ഞാൻ തന്നെ പിരി പോയി. കടത്തിലുത്തിയമ്മ രണ്ട് എക്സ്പ്രഷൻ ഓപ്പോസിറ്റ് എക്സ്പ്രഷൻ ആയിട്ടിരിക്കുന്നു. ഒരാൾ ചിരിക്കുന്നു, ഒരാൾ കരയുന്നു. എന്ത് പറയട്ടെ, ഒരു സംഭവം ഉണ്ടായി. എന്തുവാ? ഇന്നലെ രാത്രി നിങ്ങളുടെ അമ്മ എന്നെ ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. എന്ത് കൊതുപടിയായിരുന്ന? പിന്നെ എന്തോ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. അത് സ്ഥിരം ഉള്ളതല്ലേ, ഓരോ സ്വപ്നം കാണുക എണീറ്റ് ഓടുക. അന്ന് മറ്റേ ഓർമ്മയുണ്ട, എന്തോ ഒരു ഡ്രാഗൺ കുഞ്ഞോ എന്തോ ഒരു സാധനം അമ്മ കുത്ത ഒട്ടിക്കണം അങ്ങനെ എന്തോ പറഞ്ഞിട്ട് കിടന്ന് കീറി വിളിച്ചിട്ട്. ഇതങ്ങനെയല്ല. പിന്നെ ഇത് മണി മരിച്ചു, അമ്മ മരിച്ചു. അമ്മ നമ്മൾ ഇതാണ്ട് ഈ ഹാളിൽ ഇങ്ങനെ വെള്ളയൊക്കെ പുതപ്പിച്ച് ഇങ്ങനെ കിടത്തിയിരുന്നു. അതാണ് കണ്ടത്. നന്നായി, ഫൈനൽ ഡ്രീം ആയിരിക്കും. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. കിട്ടിയില്ല. എന്നെ കളിയാക്കണ്ട, അത് അങ്ങനെ തന്നെ നടക്കുന്ന എനിക്ക് തോന്നുന്നുണ്ട്. എന്തോ നമ്മെ വിളിച്ച് പറയുന്നത്, സ്വപ്നമൊക്കെ ബലിക്കാൻ പോകുന്നുണ്ടോ? കഷ്ടം. ഇതേ അപ്പൂപ്പന്റെ കാറ്റടിച്ചാണ്. അപ്പൂപ്പനാണല്ലോ ഇങ്ങനത്തെ കുറെ അന്ധവിശ്വാസം കാര്യമൊക്കെ ഉള്ളത്. കറക്റ്റ്. എന്തോ നമ്മ ഈ കാലത്ത് ഒരുമാതിരി സ്വപ്നം. എന്റെ മോളെ ഇത് തന്നെ രാത്രി മൊത്തം ഞാനിരുന്ന് പറഞ്ഞു തർക്കമായിരുന്നു. ഇല്ലോ നടക്കും ഫലിക്കും. പിന്നെ ഞാൻ കിടന്നുറങ്ങി. ഇടയ്ക്ക് എഴുന്നേറ്റ് നോക്കുമ്പോ ചാരി ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. എത്ര പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല. ഉപ്പിടാതേടി. നിങ്ങൾ എന്നെ എന്റെ അച്ഛനെയൊക്കെ കളിയാക്കിക്കോ. അപ്പൂപ്പൻ കാണുന്ന എല്ലാ സ്വപ്നം നടക്കാറുണ്ടല്ലോ, അറിഞ്ഞൂടെ നിങ്ങൾക്കത്? ഇതുപോലെ നടക്കും. ഞാൻ കാണുന്ന സ്വപ്നം നടക്കാറുണ്ട്. എന്തോ അപ്പൊ നിന്റെ വല്ല ആഗ്രഹം പറ. അമ്മ സ്വപ്നമായിട്ട് അമ്മ കണ്ടേ സ്വപ്നം അമ്മ നടന്നേ? അമ്മക്ക് ഓർമ്മയില്ലല്ലോ. അമ്മ ഒരു കാര്യം ചെയ്യും, ഞാനേ പരീക്ഷ എഴുതാതെ ഫസ്റ്റ് ക്ലാസ്സിൽ ജയിക്കണം ഒരു സ്വപ്നം ഒന്ന് കാണാം. അങ്ങനെ ഇങ്ങനെ ഞാൻ ജയിച്ചു പോട്ടെ. അല്ല പ്രശ്നം അതല്ല, ഇവള് മരിക്കുന്നല്ല, മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ സെക്കൻഡ് മാരേജ് നടത്തുന്നു. അതാണ് അവളെ കൂടുതൽ തളർത്തി കളഞ്ഞത്. എന്നുവെച്ചാ അവളുടെ ആത്മാവിന് പോലും ഇഷ്ടമല്ല ഞാൻ കല്യാണം കഴിക്കുന്നത്. അതെന്തോന്ന് വർത്താനം. അത് കൊള്ളാം, നല്ല സ്വപ്നം. അമ്മ പോയി കഴിഞ്ഞാ പിന്നെ അച്ഛനൊക്കെ വേറെ കല്യാണം കഴിക്കണ്ടേ? അല്ലേ? അത് ശരിയാണ്. ഞങ്ങൾക്കൊരു കൂട്ട് വേണ്ടേ? പിന്നല്ല, നമുക്കൊരു അമ്മ വേണം, അച്ഛന് വേറെ ഭാര്യ വേണം. ഇനിയിപ്പൊ അച്ഛൻ സമ്മതിച്ചില്ലെങ്കിൽ പോലും ഞാൻ കല്യാണം നടത്തി കൊടുക്കും. ഞാനും സ്വപ്നത്തിലും അതൊക്കെ തന്നെ കണ്ടത്. കറക്റ്റാ നമ്മള് പറഞ്ഞത്. എന്തായാലും നിങ്ങളുടെയൊക്കെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. മണി അതെ പാവമാണല്ലോ, ഒരു മണ്ടൂസ്. ഇന്നലെ കണ്ട സ്വപ്നം ഉണ്ടല്ലോ, അവള് വല്ലാത്തൊരു ഷോക്കായി പോയി. എന്തോ ഒരു ഭയം. രാവിലെ ആഹാരം ഉണ്ടാക്കാൻ ഗ്യാസ് കത്തിക്കാൻ പേടി. പിന്നെ ഞാനാണ് ഓൺ ചെയ്ത് കൊടുത്തത്. എല്ലാത്തിനും പേടി. ഇപ്പൊ നിൽക്കുന്നുണ്ടാ? അല്ലെങ്കിൽ ഇങ്ങനെയാണോ തുള്ളിച്ചാടി നിൽക്കുന്ന മണി? ഇങ്ങനെയാണ് നിൽക്കുന്നത്? എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്തുമാത്രം കാര്യം പറഞ്ഞു കൊടുത്തു, ഒന്നുമില്ല. ഈ പെൺപിള്ളേരുടെ അടുത്ത് പറഞ്ഞാ കേൾക്കൂല, ഇത് നേരെ അടച്ചു വെക്കണം. എന്തമ്മ ഇവിടെ ഗ്യാസിന്റെ മണം ഉണ്ടോ നോക്ക്. ഗ്യാസിന്റെ മണം ഇല്ല. ഇല്ലേ? നല്ല മണം ഉണ്ട്. ഇല്ലമ്മ, ഗ്യാസിന്റെ മണം ഉണ്ട്. എനിക്കൊന്നും അടിക്കല്ല. ഇല്ലേ? അവിടെയൊക്കെ ഉണ്ട് ആ സെല്ല്. അമ്മ റെഗുലേറ്റർ ഓഫ് അല്ലേ, പിന്നെ എവിടെ നമുക്ക് ഗ്യാസിന്റെ മണം വരുന്നത്? എല്ലാം ഓഫ് തന്നെ, പക്ഷെ മണം വരുന്നുണ്ട്. ലീക്ക് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഗ്യാസ് അച്ഛൻ നേരത്തെ പറഞ്ഞില്ലേ അമ്മയ്ക്ക് ഈ സ്വപ്നം കണ്ടിട്ട് എന്തോ പേടി കിട്ടിയിട്ടുണ്ടെന്ന്. ഇനി അതായിരിക്കോ? നോക്കളെ മണം ഉണ്ടോ? ഇല്ലേ? മണത്തോക്ക് നല്ലോണം മണത്തോക്ക് ഉണ്ടല്ലേ? കണ്ടാ ഞാൻ പറഞ്ഞില്ലേ? ഒന്നുകൂടി നോക്കട്ടെ. അമ്മ ഓഫ് ചെയ്തേട്ടാ. തുറന്നു കിടക്കായിരുന്നല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ ഒറ്റ വിശ്വസിക്കൂല. ഗ്യാസ് തുറന്നു കിടക്കായിരുന്നു, അല്ലെങ്കിൽ മണം വരൂല. എന്ത് അപകടം അറിയോ? അതൊന്നും അറിയാതെ ആരെങ്കിലും വന്ന് കത്തിച്ചിരുന്നെങ്കിൽ ദൈവമേ തീ പിടിച്ച അടുക്കള കാരണം ആൾക്കാർക്കല്ലേ നല്ല പ്രശ്നമുള്ളൂ. നമ്മളൊക്കെ വല്ലതും കത്തിപ്പോയിരുന്നു. എന്തൊക്കെ സംഭവിച്ചു? എത്ര വീടുകൾ നശിച്ചു പോയിരിക്കണം, അമ്മമാർ നശിച്ചു പോയിട്ട്.
ഇനി ഞങ്ങൾ ശ്രദ്ധിച്ചോളാം അമ്മ. ശ്രദ്ധിച്ചോളാം അമ്മ. ശ്രദ്ധിക്കണം. ഭയങ്കര അപകടമാണ് കേട്ടോ. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണം. എടി നിനക്ക് അതിന്റെ മണം വല്ലതും അടിച്ചിരുന്നോ? ഇല്ലടി. പിന്നെ നീ എന്ത് ഉപപ്രായം കാണിച്ചവിടെ? എടി അത് അമ്മയുടെ ഈ പ്രശ്നം മനസ്സിലാക്കിയിട്ട് ഞാൻ ഒന്ന് നമ്പർ അടിച്ചതാണ്. ദൈവമേ, അമ്മയ്ക്ക് ശരിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അച്ഛൻ പറഞ്ഞോലെ ഉണ്ട്. ഇപ്പൊ കണ്ടില്ലേ നീ? ചേച്ചി ഒരു കാര്യം പറയട്ടെ. എന്താടി? എനിക്കുണ്ടല്ലോ മാത്സിൽ ഏറ്റവും ടഫാണ് ഈ സൈൻ തീറ്റ കോസ് തീറ്റ അവരുടെ ഈ ഫോമുലയും കാര്യങ്ങളൊക്കെ പഠിക്കാന്നുള്ളത്. എത്ര പഠിച്ചാലും തലേ കയറത്തില്ല. ഞാൻ എഴുതിയൊക്കെ പഠിച്ചിട്ടുണ്ട്, എന്നിട്ടും എനിക്ക് ഓർമ്മയ്ക്കത്തില്ല ഈ സാധനം. സത്യം പറഞ്ഞാൽ നമ്മൾ എന്തിനാ ഇത് പഠിക്കുന്നത്? എന്തിനാ പഠിക്കണേന്ന്? എടി അത് വെച്ചിട്ട് ഒരു യൂസും ഇല്ല. പ്രൊഫഷണൽ ആയിട്ടുള്ള കോഴ്സ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് ഇത് എന്തായാലും പഠിച്ചിരിക്കണം, അത്രേ ഉള്ളൂ. ഒരുമാതിരി മാർക്ക് മേടിക്കാൻ വേണ്ടി മാത്രം ഉള്ളതാണ്. ഫ്യൂച്ചറിൽ ഒരു ഗുണവും ഇല്ല. അടുത്ത മനുഷ്യൻ പഠിച്ചല്ലേ പറ്റൂ. ഞാനും അതൊക്കെ തന്നെ എഴുതിക്കൊണ്ടിരിക്കുന്നേ. ഇപ്പൊ യൂണിറ്റ് ആണെന്നേ ഉള്ളു. യൂണിറ്റും സിമ്പിൾസും പ്രോപ്പർട്ടിയും. ഓ ഭ്രാന്താവുന്നു. ഇനി അതിനകത്ത് തേക്കണം. പിങ്കി, നീ എന്ത് ചെയ്യായിരുന്നു? അയൺ ചെയ്യായിരുന്നല്ലേ? കണ്ടിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അയൺ ചെയ്യുന്ന പോലെ ഉണ്ട്. അതെ പിങ്കി, നിന്റെ തേപ്പ് അടിപൊളി കേട്ടാ. അല്ല, നീ ഭാവിയിൽ നല്ലൊരു തേപ്പുകാരിയാവുമെന്ന് പറഞ്ഞായിരുന്നു. പിങ്കി എന്തടി? ഞാൻ എന്റെ കൂട്ടുകാരികളുടെ ഒക്കെ പറയും കേട്ടോ നിന്റെ കാര്യേ. എന്ത് ആള് തല്ലുകൊളിത്തനൊക്കെ ഉണ്ടെങ്കിലും ചെയ്യുന്ന ജോലി അവള് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഭയങ്കര പെർഫെക്റ്റ് ആണ്. എനിക്കല്ലേ അറിയോ എന്താണ്. പിന്നെ പിങ്കി, എന്റെ ഈ ഒരു ഡ്രസ് ഒന്ന് അയൺ ചെയ്യണമായിരുന്നു കേട്ടോ. തോന്നി, ഇത്ര മാത്രം എന്നെ പൊക്കിയപ്പോഴേ എനിക്ക് തോന്നി. സൗകര്യമില്ല. അതെ, എനിക്ക് കുറച്ച് നോട്ട്സ് ഒക്കെ എഴുതാനുള്ളത് കൊണ്ടാണ്. നീ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. കുഴപ്പമില്ല, നീ നോട്ട് എഴുതിയിട്ട് തേച്ചോ. നോട്ട് എഴുതിയിട്ട് തേച്ചോ. പിന്നെ പൈസ 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 തരൂ. എത്ര രൂപ? 50 രൂപ തരാം. 50 രൂപ നീ വേറെ ആർക്കെങ്കിലും കൊണ്ടുവരും. 50 രൂപയ്ക്കൊന്നും ഡ്രസ്സ് തയ്ക്കാൻ പറ്റില്ല. ഒന്നാമത് എനിക്ക് ഇഷ്ടംപോലെ ഡ്രസ്സ് തയ്ക്കാൻ ഇവിടെ കിടക്കുന്നത്. അതിന്റെ ഇടയിൽ വേണമെങ്കിൽ ചെയ്തുതരാൻ നോക്കുമ്പോ 50 രൂപ. എടി ഇത് തേച്ചുകാടി ഒന്ന് നിനക്ക് എത്ര രൂപ വേണം? പിന്നെ എനിക്കൊരു മിനിമം 100 വേണം. എന്നാ ഒരു കാര്യം ചെയ്യും, 50 രൂപ ഞാൻ ഗൂഗിൾ പേ ചെയ്യാം. ഇപ്പൊ തൽക്കാലം നീ ഇത് വെച്ചോ. ആണോ? ചെയ്തു തരണം, പറ്റിക്കില്ല. അതൊക്കെ ചെയ്തു തരാം. ഗൂഗിൾ പേ ചെയ്തിട്ട് നിന്റെ ഡ്രസ്സ് ഞാൻ തേക്കുള്ളൂ, അത് വേറെ കാര്യം. ഇത് തേച്ച് താടി ഞാൻ ചെയ്തു തരാം, പ്രോമിസ്. ഇതാണേ. കഴുകിയത് പിന്നെ കഴുകാതെ വിശ്വാസം കൂടെ ഉണ്ട്. താങ്ക് യു. പിന്നെ തേച്ചത് ഇതെല്ലാം കഴിഞ്ഞിട്ട് തേച്ചെന്നാ മതി. മക്കളോട് തേച്ചോണ്ടിരിക്കായിരുന്ന ഒരു കാര്യം ചെയ്യോ, അച്ഛന്റെ ഈ ഉടുപ്പും കൂടി ഒന്ന് തേച്ചേക്കോ. എന്റെ അമ്മ, എനിക്ക് റിങ്കിയുടെ ഡ്രസ്സ് തന്നെ തേക്കാനുണ്ട്. എനിക്ക് എല്ലാം കൂടെ പറ്റത്തില്ല. അമ്മ ഒന്ന് തേരമ്മ. അച്ഛന് നാളെ ഇട്ടോണ്ട് പോകാനുള്ളത് ഒരു ജോഡിയേ ഉള്ളൂ. ഒരു പാൻറ് ഒരു ഷർട്ടും തേച്ചിരും. ഈ ഷർട്ടൊന്നും ഞാൻ തേച്ച ശരിയാവുമെന്ന് പറഞ്ഞൂടെ? അച്ഛന്റെ ഷർട്ടൊക്കെ അമ്മ എന്നെ തേക്കണം. മക്കളെ, ഞാൻ തേക്കായിരുന്നു, പക്ഷേ എനിക്കൊരു പേടി. പേടി? എന്തിനാ അമ്മയ്ക്ക് പേടി? ഈ ഇസ്തിരിപ്പെട്ടിന്നേ ഷോക്ക് അടിച്ച് ചാവുമോന്ന്. എന്തോന്ന് ഷോക്കാ? ഒന്ന് തേച്ചേക്കോ. എന്തോന്നമ്മ പറഞ്ഞു? ഇസ്തിരിപ്പെട്ടിന്ന് എങ്ങനെ ഷോക്ക്? ഈ അമ്മ എന്തോന്നമ്മ? അതല്ല മക്കളെ, എനിക്ക് ഭയങ്കര പേടിയാണ്. എന്റെ കോളേജിൽ പഠിച്ച സുമിത്ര ഉണ്ടല്ലോ, സുമിത്ര മരിച്ചുപോയത് ഷോക്ക് അടിച്ചിട്ടാണ് അയൺ ബോക്സ്. അമ്മ, എനിക്ക് വേറെ കുറച്ച് പണിയുണ്ട്. പ്ലീസ് ചെയ്യൂ മക്കളെ, ചെയ്യണേ കേട്ടാ. റിങ്കി, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി നാളെ തേച്ചാ മതിയോ? പറ്റില്ല, എനിക്കിപ്പോ വേണം. ഞാൻ പൈസ തന്നല്ലോ. അപ്പൊ ഞാൻ ഷോക്ക് അടിച്ച് ചാവട്ടെ. ഷോക്ക് ഒന്ന് പൊടിയാണ്.
ചേച്ചി നീ എനിക്ക് സ്ഥിരമായിട്ട് ആ കാശ് തരുവാണെങ്കിലേ നിന്റെ ഡ്രസ്സ് ഞാൻ തന്നെ എന്നും അയൺ ചെയ്തു തരാം. ആഹാ നീ കൊള്ളാലോ. ഓണത്തിനിടയ്ക്ക് പുട്ട് വെച്ചോളം ചെയ്തെങ്കിൽ നീ കാശുണ്ടായിക്കോളും. ചുമ്മയൊന്നുമല്ലല്ലോ, അയൺ ചെയ്ത് തന്നിട്ടില്ലേ, വെറുതെ നോക്കിയിരുന്നതിന് ഞാൻ കാശ് മേടിച്ചില്ലല്ലോ. എടി ഞാൻ ഇന്നൊരു ദിവസം കാശ് തന്നു പറഞ്ഞ് എല്ലാ ദിവസവും തരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടാ? പിന്നെ അങ്ങനെയാണെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് അങ്ങ് തേച്ചാ പോരെ, ആ കാശ് എന്റെ കീശയിൽ ഇരിക്കൂലേ? നിനക്ക് അങ്ങ് തേച്ചാൽ മതിയായിരുന്നല്ലോ, എന്നെ കൊണ്ട് തേപ്പിച്ചിട്ട് ന്യായം പറയുന്നു. എനിക്ക് ഇത് കൊള്ളാലത്. എടി ഇന്ന് എനിക്ക് സമയമില്ലാത്തോണ്ടാണ് ഞാൻ നിന്നെ കൊണ്ട് തേപ്പിച്ചത്. ഇന്നലെ നോട്ട്സ് ഒക്കെ എഴുതിയതൊക്കെ നീ കണ്ടില്ലേ? ഇഷ്ടംപോലെ നോട്ട്സ് ഉണ്ടായിരുന്നു. ഓരോന്നിനും ഓരോ ഉടായ്പ ന്യായം. ഉടായിപ്പൊന്നും അല്ല, ഫ്രണ്ടിന്റെ വീട്ടിലും പോണമായിരുന്നു, അതൊക്കെ കൊണ്ട്. അച്ഛാ മക്കളെ നിങ്ങൾ ഇവിടെ ഇരിക്കണ. അമ്മ എന്ത് ചെയ്യുന്നു? അമ്മയാ? അമ്മ നല്ല ഉറക്കത്തില്. ഉറക്കത്തില്ല? ഇപ്പോഴും നോർമൽ ആയിട്ടില്ല. അവളുടെ പേടിയൊന്നും മാറിയില്ലേ? എവിടെ, ഗ്യാസിന്റെ മണം അടിക്കുന്നു, ഇസ്തിരി ഇടുമ്പോ ഷോക്ക് അടിക്കും, കിണറ്റിലെ വെള്ളം കോരാൻ പേടി, അങ്ങനെ പല പ്രശ്നങ്ങളായിട്ട് ഇരിക്കുകയാണ്. എനിക്കറിയില്ല എന്താ ചെയ്യ, പെട്ടെന്നുള്ള ഒരു ഷോക്കാണ്. ഞാനൊരു കാര്യം ചെയ്യാം, ഒന്ന് ഡോക്ടറെ ഒന്ന് കാണിക്കാം. അച്ഛാ അമ്മയ്ക്ക് എന്തുവാ പറ്റിയേ? ഇന്ന് നേരെ വേണം അമ്മ ഞങ്ങളുടെ മിണ്ടിയിട്ട് പോലും ഇല്ല. എന്തോ എനിക്കൊന്നും അറിഞ്ഞൂടാ മോളെ. എന്തായാലും ഞാനൊന്ന് ഡോക്ടറെ വിളിക്കട്ടെ. പാവല്ലേ അച്ഛൻ. നീ ഈ കാര്യം പറഞ്ഞ അച്ഛൻ ഭയങ്കര ടെൻഷനായിരുന്നു. അല്ല നീ നേരത്തെ പറഞ്ഞില്ലേ നീ ഫ്രണ്ടിന്റെ വീട്ടിലെന്തോ പോണെന്ന്, അതങ്ങോട്ട് പോണേ? എല്ലാ കാര്യവും നിന്റെ അടുത്ത് പറയണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ പിങ്കി. നിർബന്ധമുണ്ട്. എനിക്ക് നിന്റെ കാര്യത്തിൽ ടെൻഷൻ ഉണ്ട്. നീ ഏതെങ്കിലും കുഴിയിൽ ചെന്ന് ചാടിയാലോ? നീയേ എന്റെ കാര്യത്തിന് ഓവറായിട്ട് അങ്ങനെ ടെൻഷൻ അടിക്കണ്ട. ഞാൻ ഒരു കുഴിയിലും ചെന്ന് ചാടില്ല. അങ്ങനെ ആയാ നിനക്ക് ഇല്ലല്ലോ മക്കളെ. പിന്നെ ഞാൻ ഡോക്ടറെ വിളിച്ചു. എന്താ പറഞ്ഞ? അപ്പൊ അദ്ദേഹം പറഞ്ഞത് പെട്ടെന്നുള്ള ആ ഷോക്കിലുള്ളൊരു ഇതാണ്, മാനസിക പ്രശ്നമാണ്. അതൊരു കൗൺസിലിംഗ് കൊണ്ട് മാറാന്നുള്ളതേ ഉള്ളൂ. അപൂർവം ചിലർക്ക്, ഈ കുട്ടികൾക്കാണെങ്കിലും പ്രായമുള്ളവർക്കാണെങ്കിലും ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. ചിലരത് സ്വയം നിയന്ത്രിച്ച് അങ്ങ് ബിഹേവ് ചെയ്തങ്ങ് പോകും. അല്ലാത്ത ചിലർക്കൊരു കൗൺസിലിംഗ് കൊടുക്കും, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. എന്നാലൊരു സ്വപ്നം വരുത്തി വെച്ച് വേനേ. മോളെ അമ്മയ്ക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലെന്ന്, ഒരു കൗൺസിലിംഗ് കൊണ്ട് മാറുന്നേ ഉള്ളൂ. അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവള് കുറച്ച് കൂടുതലായിട്ട് പേടിച്ചു, ഏതാണ് പറ്റിയത്. നിങ്ങൾ ഇവിടെ ഇരിക്കേ, ഞാൻ എന്താ പറഞ്ഞു. ഞാനൊരു ഓട്ടോ ഓടിച്ചിട്ട് വരാം. അമ്മയ്ക്ക് സ്കൂട്ടർ കയറാൻ പേടിയെന്ന്. അച്ഛനെ അവിടെ വരെ പോണ്ട. മരിയ ബേക്കറി അങ്കിളില്ലേ, പുള്ളി വിളിച്ച് പറ ഓട്ടോ ഇങ്ങോട്ട് വിടാം. അച്ഛൻ വിളിച്ചു, അവിടെ ഒറ്റ ഓട്ടോറിക്ഷ എല്ലാം ഓട്ടം പോയിരിക്കുന്നു. ഞാൻ എന്താ ഇങ്ങോട്ട് റോഡിൽ ഇറങ്ങിയ കാലിയായിട്ട് ഓട്ടോറിക്ഷ വരുമല്ലോ, ഒരെണ്ണം വിളിച്ചിട്ടാ. പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ അമ്മ എടുത്തിട്ട് പോ, അവളെ ഒന്ന് റെഡിയാക്ക്. ഞാൻ അപ്പൊ ഓട്ടോ പിടിച്ചിട്ടേ. ഓക്കെ അമ്മ നമുക്ക് പോവാം. എനിക്കൊന്ന് കൗൺസിലിംഗ് ചെയ്താൽ കൊള്ളാന്നുണ്ടടി. ഞാനേ മെന്റലി ഒട്ടും സ്ട്രോങ് അല്ല. ഫിസിക്കലി ഞാൻ സ്ട്രോങ് ആണ്, പക്ഷെ മെന്റലി ഞാൻ ഭയങ്കര വീക്കാണ്. അത് ശരിയാണ് ചേച്ചി. നിനക്ക് ഈ പറച്ചില് മാത്രമേ ഉള്ളൂ, ഉള്ളിലൊന്നുമില്ല. നീ ഭയങ്കര വീക്കാണ്. സത്യം. അതിനങ്ങനെ കൗൺസിലിംഗ് എന്ന് പണ്ട് നീ ഞാൻ പറയുന്ന പോലെ കേട്ടാ. എന്ത്? ഞാൻ പറഞ്ഞുതരാം കാര്യങ്ങൾ. എന്ത് പറയുന്നു? നോക്കാം. പക്ഷെ കാണുന്നില്ലല്ലോ ഓടി അവരെ. എടി വരൂടി. എന്നാലും എനിക്ക് ആദ്യം ഒരു ടെൻഷൻ വരും. ഞാൻ നേരത്തെ വിളിച്ചപ്പോ കിട്ടിയില്ല അവരെ. ഒന്നുകൂടി വിളിച്ചു നോക്കിയാലോ? മക്കളെ, അമ്മ പിള്ളേരെ എങ്ങനെയുണ്ട്? അമ്മ ഇപ്പൊ ഉഷാറായില്ലേ? ഓക്കെ അല്ലമ്മ? പിന്നെ സ്മാർട്ട് ആയില്ലേ? അതെ മോളെ, എന്റെ ഫ്രണ്ടായിട്ട് പറയില്ല, നല്ല മിടുക്കനാണ് ആ ഡോക്ടർ. ഒന്ന് സംസാരിച്ചതേ ഉള്ളൂ, ഊളായ കണ്ടില്ലേ, പേടിയൊക്കെ മാറി. പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലല്ലോ, ഇപ്പൊ എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ. ഡോക്ടറോട് സംസാരിച്ചു കഴിഞ്ഞപ്പോ ഓക്കെയാണ്, ഫ്രീ ആയി. അതാ പറയണേ, ഏത് രോഗത്തിനും മരുന്നുണ്ട്, അത്രേ ഉള്ളൂ. പറച്ചിൽ കേട്ടതൊന്നും എനിക്കൊന്നും വലിയ മാറാ രോഗമായിരുന്നു. എനിക്കൊരു പേടി ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. ഡോക്ടറോട് ചെന്നപ്പോ ഡോക്ടറിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു, അതിനുള്ള ഉത്തരം പറഞ്ഞു, എന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയപ്പോ എന്നോട് കുറെ നേരം സംസാരിച്ച് ഒന്ന് ആശ്വസിപ്പിച്ചു. അത്രയും റിലാക്സ്ഡ്. ഞാൻ പറഞ്ഞില്ലേ. ഇതാ പറയണേ എന്റെ പൊന്നുമണി, ഇനിയെങ്കിലും ഈ സ്വപ്നം കണ്ട് പേടിക്കുക, ഇങ്ങനെയൊന്നും ഉണ്ടാവരുത്. സ്വപ്നത്തിൽ കാണുന്ന ഒരു കാര്യവും ഭരിക്കൂല, അറിയാമോ? ഒരു കാര്യം ചെയ്യും, നീയേ ഒരു സ്ട്രോങ് ആയിട്ട് ഒരു ചായ ഇട്ടിട്ട് വാ. നിന്റെ കൈ കൊണ്ടൊരു ചായ കുടിച്ച ഞാൻ ഓക്കെ. ചെല്ലു മണി, ചെല്ലു. നീ പോയി. അച്ഛാ എന്തോ വെച്ചാ കൈ ഇരിക്കുന്നത്? ഇത് ഒരു ലോട്ടറി. ലോട്ടറി? വിഷു ബമ്പർ. അതെ, ഞാൻ ഒരു സ്വപ്നം കണ്ട് എനിക്ക് ലോട്ടറി അടിക്കുന്നുണ്ട്. ഇത്തവണത്തെ വിഷു ബമ്പർ എനിക്കാണെന്ന് ഞാൻ കണ്ടു. അപ്പൊ പിന്നെ അത് അങ്ങ് എടുത്തു. തന്നെയല്ല, മോൾക്ക് സ്കൂട്ടർ.
നിനക്ക് ഇഷ്ടം പോലെ ആഹാരവും ഓക്കെ. നിനക്ക് എന്ത് ആഗ്രഹമുണ്ട്? പിന്നെ നമ്മള് നല്ല അടിപൊളിയായിട്ട് ജീവിക്കും നമ്മള്. ചേച്ചി നേരത്തെ പറഞ്ഞല്ലോ. ആരോ പറയുന്ന കേട്ടു ഈ സ്വപ്നം ഒന്നും ഫലിക്കത്തില്ല, അത് നടക്കത്തില്ല, അത് വെറുതെയാന്നൊക്കെ. അല്ല, ചില സ്വപ്നങ്ങള്, നല്ല സ്വപ്നങ്ങളൊക്കെ ചിലപ്പോ ഫലിക്കും. മക്കളെ ഇതിനെയാണോ പൊട്ടിന് ലോട്ടറി അടിക്കാന്നുള്ള പറയണത്? ശരിയായിരിക്കും ചിലപ്പോ. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ലോട്ടറി അടിച്ചാലേ നമുക്ക് എല്ലാ പ്രശ്നവും തീരുമല്ലോ. എന്നെ ഇത്രയും ഉപദേശിച്ച് എന്നെ ഇതൊക്കെ പറഞ്ഞു നിന്നിട്ട് അവസാനം ചേട്ടൻ ഇങ്ങനെ കാണിച്ചല്ല. ചുമ്മാ